സ്കിപ്പ് ചെയ്താൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കറക്റ്റ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പല ആളുകൾക്കും മാസം പൈസ കട്ടാവുന്നുണ്ട്. ഇത് കട്ടാവാനുള്ള കാരണം ഈ കുക്കു എഫ് എം ഒക്കെ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് പല ആളുകളും പറഞ്ഞ കുക്കു എഫ് എം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് പല ആളുകൾക്കും പണി തരുന്നത് എന്ന് പറഞ്ഞിട്ട്. ഇത് നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാണ്. ആകെ ₹1 സബ്സ്ക്രിപ്ഷൻ എടുക്കും. പക്ഷെ അവരുടെ പിന്നിലുള്ള കളി എന്താണ്? അതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഉണ്ടാകും ഒരു 339, 400, 500 രൂപ എന്നുള്ളത്. അത് പിന്നീട് നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് മാസമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് പിന്നീടാണ് നിങ്ങൾ മെസ്സേജ് വരുന്ന സമയത്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഓരോന്നും നിങ്ങൾക്ക് ഏതിൽ നിന്നാണ് പോയതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരാം. സ്കിപ്പ് ചെയ്യാതെ ഇന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷനാണ് ഓപ്പൺ ആക്കേണ്ടത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാം. ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും മുകളിൽ പ്രൊഫൈൽ ബട്ടൺ. ഈ പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്താൽ ഈ ഒരു ഭാഗത്ത് പിന്നെ ഈ കണ്ടില്ലേ, ഈ 1, 2, 3, 4, 5 ഈ സെറ്റിങ്സിൻ്റെ ഒക്കെ മുമ്പേ ഓട്ടോ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊബൈൽ ഫോണിൽ ഈ ഒരു ജിപേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇതുവരെ എടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. ഇനി കാണിക്കാത്തവർക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി കാണിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നും കൃത്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ ഓട്ടോ പേ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഓട്ടോ പേ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത ഓപ്ഷനാണ് ഇതുപോലെ നിങ്ങൾക്ക് ഇൻ്റർഫേസ് ഇതുപോലെ ആയിരിക്കും വരിക. ഇപ്പം നിലവിൽ എൻ്റെ മൊബൈൽ ഫോണിൽ ആമസോൺ പ്രൈം എന്ന് പറഞ്ഞത് ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പം ക്യാൻസൽ ചെയ്ത ഈ ₹339 എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കാം ലൈവായിട്ട് ഇപ്പോൾ നടക്കുന്ന ഏതൊക്കെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്ന് അവിടെ കാണിക്കും. ഇനി പെൻഡിങ് എന്നിട്ട് അതുപോലെ തന്നെ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ, ഈ 3 ഓപ്ഷനാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ കംപ്ലീറ്റിൻ്റെ ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇത്രയും കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അതായത് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ₹1 ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് 2-3 ദിവസം കൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യും. അപ്പോൾ അത് കണ്ടില്ലേ, എനിക്ക് ₹79 ഒരു ക്യാൻസൽ ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്ത് പിന്നെ 20,000 അതായത് ജിമിനിയൊക്കെ പിന്നെ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഓട്ടോ പേ ഒക്കെ ക്യാൻസലാണ്. കണ്ടില്ലേ, ഇത് ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും പൈസകൾ ഓരോന്നും എൻ്റെ മാസം ഇങ്ങനെ കട്ടാവും. അത് കട്ടാവാതിരിക്കാൻ ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു പ്രൈം എന്ന് പറഞ്ഞ ഈ നിലവിൽ നിങ്ങളുടെ ജിപേ ആപ്ലിക്കേഷനിൽ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ പിന്നെ ഈ ഗ്രീൻ പിന്നെ ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെയുള്ള ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് എത്തും, ആ ഒരു ഡീറ്റെയിൽ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും താഴെ ക്യാൻസൽ ഓട്ടോ പേ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതുപോലെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ക്യാൻസലിൽ ക്ലിക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആ ഒരു ജിപേയിൽ നിങ്ങൾ പൈസ അയക്കുന്ന സമയത്ത് ഒരു പിൻ നമ്പർ ചോദിക്കുമല്ലോ, ആ പിൻ നമ്പർ നിങ്ങൾ ആഡാകുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അത് ക്യാൻസൽ ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് അത് മാസം പൈസ കട്ടാവില്ല. ഇനി ഈ ജിപേയിൽ ഞാൻ നേരത്തെ ഈ ഒരു മൊബൈൽ ഫോണിൽ ആ ഒരു ഓട്ടോ പേ പറഞ്ഞ ഓപ്ഷൻ കാണിക്കാത്തത് ആ ഒരു ജിപേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എടുക്കാത്തത് കൊണ്ടാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ ഒരു മൊബൈൽ ഫോൺ കാണിച്ചു തരാം. നിങ്ങളുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ പ്രൊഫൈൽ ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു കണ്ടില്ലേ, പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടില്ലേ സബ്സ്ക്രിപ്ഷൻസ് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിലവിൽ ഏതൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്തെന്നുള്ളത് നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് കാണിക്കും. അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എൻ്റെ ഒരു മൊബൈൽ ഫോണിലുണ്ട്.
ഏറ്റവും താഴെ കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു പേജിൽ വന്നാൽ ഇതുപോലെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന ഭാഗത്ത് ഏതൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി പല ആളുകളും പറഞ്ഞ് കുക്കു എഫ് എം ആണെന്ന്. ഈ കുക്കു എഫ് എം ഒക്കെ അധിക പേരും GPay ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ GPay ആപ്ലിക്കേഷനിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോ പേ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾ ക്യാൻസൽ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുക്കു എഫ് എം ആണെങ്കിൽ അതിൻ്റെ ഈ പ്രൊഫൈൽ ഭാഗത്ത് പോവുക. പ്രൊഫൈൽ പോയാൽ അടുത്ത പേജാണ് സബ്സ്ക്രിപ്ഷൻ എന്ന ഭാഗത്ത്. സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാനേജ് സബ്സ്ക്രിപ്ഷൻ കാണിക്കും. ഇതൊക്കെ എനിക്ക് ChatGPT തന്നൊരു ഡെമോ ആണ്, എനിക്ക് കാണിച്ചു തരാൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനും ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇത് നമ്മളുടെ ശ്രദ്ധ, അതാണ് കുക്ക് എഫ് എം ഒക്കെ പിന്നെ 1 രൂപയ്ക്ക് തരുന്നത്. അത് അവരുടെ ട്രിക്കാണ്. പിന്നീട് നമ്മൾ മറന്നു പോകും. പിന്നെ ഒരു കറക്റ്റ് മാസം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഡേറ്റിൽ ആ പൈസ എങ്ങനെ പോകും. നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ബ്ലറായി പിന്നെ ചോപ്പായിട്ട് കാണിക്കും. എപ്പോഴാണോ നമ്മുടെ അക്കൗണ്ടിൽ ആ ഒരു പൈസ ക്രെഡിറ്റ് ആകുക ആ സമയം അവർ തട്ടിക്കൊണ്ടുപോകും. അപ്പം നിങ്ങൾക്കിവിടെ ക്യാൻസൽ സബ്സ്ക്രിപ്ഷൻ കാണിക്കും, ചെയ്യുക. അതുപോലെ തന്നെ യെസ്, നേരത്തെ GPayൽ കാണിച്ചതുപോലെ യെസ് കൺഫേം കൊടുത്ത് നിങ്ങൾ ചിലപ്പോൾ പിൻ നമ്പർ ചോദിക്കും. ആ പിൻ നമ്പർ ആഡ് ചെയ്താൽ മതി. പിന്നെ ഈ ഓട്ടോ പേയിൽ വരാത്ത ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ജിയോ ഹോട്ട്സ്റ്റാർ സിമ്പിളാണ്. നിങ്ങളുടെ ആ ഒരു ഏറ്റവും താഴെ ഒരു പ്രൊഫൈൽ ബട്ടൺ ഉണ്ടാവില്ല, പ്രൊഫൈലല്ല, പ്രൊഫൈൽ തന്നെ ആ ഒരു ജിയോ സ്റ്റാറിൻ്റെ ഒക്കെ ഒരു ലോഗോ ഉള്ള അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ അതിൻ്റെ ഒരു ഡെമോ കൂടി കാണിച്ചതാണ്. ഇവിടെ അല്ല, ഞാൻ സെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇതുപോലെ ഈ ഒരു താഴെ ഭാഗത്ത് അതിൻ്റെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ എല്ലാത്തിനും ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ ഇതുപോലെ പേര് കാണിക്കും, നിങ്ങൾക്കവിടെ മാനേജ് സബ്സ്ക്രിപ്ഷൻ കാണിക്കും, നിങ്ങൾക്കവിടെ എല്ലാത്തിനും ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇതുപോലെ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് യെസ് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് ഏതൊക്കെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ അതൊക്കെ ഒട്ടുമിക്ക സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു പ്ലേ സ്റ്റോറിൽ ഞാൻ വന്ന ഈ ഭാഗത്ത് ഇവിടെ കാണിക്കും. ഇനി കാണിക്കാത്തവർ ഇതൊന്നും നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാസം പൈസ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ മെസ്സേജ് ആപ്ലിക്കേഷനിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ മെസ്സേജിൽ വന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ഏത് ആപ്ലിക്കേഷനിൽ നിന്നാണോ എനിക്ക് പൈസ നഷ്ടമാകുന്നത്. ആ ആപ്ലിക്കേഷൻ ചിലപ്പോൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും, എന്നിരുന്നാലും അതിൽ നിന്ന് പൈസ അവർ വലിച്ചെടുക്കും. അങ്ങനെ ഏത് ആപ്ലിക്കേഷൻ ആണെന്ന് നിങ്ങൾ കൺഫേം ആക്കിയതിന് ശേഷം ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഇതുപോലെ ആ പ്രൊഫൈൽ ബട്ടൺ സിമ്പിളാണ്. ആ പ്രൊഫൈൽ ഭാഗത്ത് പോയാൽ മാനേജ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് നിലവിൽ ആ ഒരു രൂപക്ക് കൊടുത്താണെങ്കിൽ ആ രൂപക്ക് അവിടെ കാണിക്കും. ഇനി മാസം എത്ര ആണോ പൈസ കട്ടാവുന്നത് ആ പൈസ അവിടെ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പ്രശ്നമാണ് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, അതിനുള്ള കറക്റ്റ് മറുപടി ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ല അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ക്യാൻസൽ ആവാത്തവർ എന്താണ് കാരണം എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് കമൻ്റായിട്ട് വീഡിയോ ആയിട്ട് എന്തെങ്കിലും ചെയ്യും. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, അതിൻ്റെ റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും. ഓക്കെ.